ഇന്ന് കേരളത്തിൽ രണ്ട് ചരിത്ര പുരുഷന്മാരുടെ, രണ്ട് നവോത്ഥാന നായകന്മാരുടെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസമാണ്. സാധാരണഗതിയിൽ ചിങ്ങമാസത്തിലെ ഔട്ടം തിരുനാളിലാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കാറുള്ളത്. തിരുവോണം കഴിഞ്ഞുള്ള അവിട്ടത്തിലാണ് അയ്യങ്കാളിയുടെ ജന്മദിനം. പക്ഷേ ഇത്തവണ അത് ചതയ ദിനത്തിൽ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെമ്പാടും മഹാത്മാ അയ്യങ്കാളിയുടെയും അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ജയന്തി ആഘോഷിക്കുക. ഇത് അപൂർവമായി ഒരുമിച്ച് വന്ന ഒരു ദിവസമാണ്. എന്തായാലും സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വത്തിൽ അയ്യങ്കാളി പ്രതിമ സ്ഥിതി ചെയ്യുന്ന വെള്ളയമ്പലം സ്ക്വയറിൽ വളരെ വിപുലമായി അയ്യങ്കാളി ജയന്തി ആഘോഷിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി കെ എ തുളസിയെ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുവാനും അനുമോദിക്കുവാനും ഈ അവസരം വിനിയോഗിക്കുക. മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീ അയ്യങ്കാളിയെക്കുറിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ സൂചിപ്പിക്കുകയുണ്ടായി. നവോത്ഥാന നായകനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ശ്രീ അയ്യങ്കാളി കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട ജനത, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഒരു ചരിത്ര പുരുഷനാണ് നമുക്കെല്ലാവർക്കും. മഹാത്മാ അയ്യങ്കാളി ജീവിച്ചിരുന്ന കാലഘട്ടം അയിത്തവും അനാചാരങ്ങളും അന്ധവിശ്വാസവും നിലനിൽക്കുന്ന കാലഘട്ടം. തൻ്റെ സമുദായത്തിൽപ്പെട്ടവർക്ക് പൊതുനിരത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. തൻ്റെ സമുദായത്തിൽപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും മാറുമറയ്ക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ തൻ്റെ സമുദായത്തിൽപ്പെട്ട സഹോദരിമാരും അമ്മമാരും സ്വർണ്ണാഭരണങ്ങൾക്ക് പകരം കല്ലുമാലകൾ ധരിക്കണം എന്നുള്ള അന്നത്തെ മാടമ്പിമാരുടെ സവർണ ഫാസിസത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നമ്മുടെ അമ്മമാരും സഹോദരിമാരും ധരിച്ച കല്ലുമാല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പഞ്ചമിയുമായി ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് അയ്യങ്കാളി നടന്നു ചെന്ന ആ ചരിത്ര നിമിഷം നമ്മുടെ മനസ്സുകളിലേക്ക് കൂടി വരികയാണ്. കർഷക തൊഴിലാളി സമരം. ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് പണിമുടക്ക് നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പണിമുടക്ക് സമരം നടത്തിയെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ അയ്യങ്കാളി വിസ്മരിച്ചുകൊണ്ട് പണിമുടക്ക് സമരം ഇടതുപക്ഷത്തിന്റെ മേൽ ചാർത്തുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ പണിമുടക്ക് നടത്തിയത്, അല്ലെങ്കിൽ പണിമുടക്കുന്ന ആ പ്രക്ഷോഭം കേരളത്തിന്റെ മണ്ണിൽ അടിത്തറയിട്ടത് മഹാത്മാ അയ്യങ്കാളിയാണ് എന്ന കാര്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തി. പക്ഷെ അത് അയ്യങ്കാളിയുടെ നേട്ടമായിട്ടോ ആ ചരിത്ര പുരുഷന്റെ ഐതിഹാസികമായ സമരത്തിന്റെ ഫലമായിട്ടാണെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പല ചരിത്രകാരന്മാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് ലോകത്താദ്യമായി ഒരു പണിമുടക്ക് സമരം ഈ കേരളത്തിന്റെ മണ്ണിൽ ആഹ്വാനം ചെയ്ത് നടപ്പാക്കിയ നേതാവാണ് സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും സുദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും 163ാമത് അയ്യങ്കാളി ജയന്തി ആഘോഷിക്കുമ്പോൾ സങ്കീർണങ്ങളായ നിരവധിയായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഷ്ടകാലമായിരുന്നു. എന്നാൽ ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ശ്രീമതി കെ എ തുളസി പട്ടികജാതി പട്ടികവർഗ മന്ത്രിയായി വന്നതിന് ശേഷം കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലഭിക്കേണ്ടുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിഷേധിക്കപ്പെട്ടുവെങ്കിൽ അതെല്ലാം പുനഃസ്ഥാപിച്ചു കിട്ടുന്നു എന്നതാണ് ഈ അയ്യങ്കാളി ജന്മദിനത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പുതുയുഗപ്രവി, അല്ലെങ്കിൽ പുതുയുഗം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന വി ഡി സതീശൻ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപനങ്ങൾ, ആ പട്ടികജാതി മേഖലയിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ സ്വാഗതാർഹമാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷ മന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തീർച്ചയായും
പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഈ ഗ്രാൻസ്, അതുപോലെ സ്കോളർഷിപ്പ്, വിദേശ രാജ്യങ്ങളിൽ പഠിക്കുവാനുള്ള അവരുടെ സഹായം, ഇതെല്ലാം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം കാര്യക്ഷമമായി നടപ്പാക്കിയില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗ മേഖലയിൽ അവരുടെ വികസനത്തിന് വേണ്ടി നടപ്പാക്കേണ്ട 500 കോടി രൂപ ലാപ്സാക്കിയത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായി നമുക്ക് ചൂണ്ടിക്കാണിക്കായി. അല്ലെങ്കിൽ അത് വകമാറ്റിയതിനെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സങ്കീർണങ്ങളായ പല പ്രശ്നങ്ങളും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നേരിടേണ്ടി വന്നുവെങ്കിൽ ഇത്തവണ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ അഭിനന്ദിക്കുകയാണ്. ശ്രീമതി കെ തുളസി, ശ്രീ വി ഡി സതീശൻ ഗവൺമെന്റ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം സ്വാഗതാർഹമാണ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ഈ ദിവസം വിനിയോഗിക്കുക. ഈ ഗവൺമെന്റ് പട്ടികജാതി പട്ടികവർഗ മേഖലയിലുള്ള ഈ ഗവൺമെന്റ് നയം എന്താണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതിന് നടപ്പാക്കാൻ പോകുന്നത് വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് ശ്രീമതി കെ തുളസി, നമുക്കറിയാം തുളസി കോളേജ് പ്രൊഫസറാണ്, ഡോക്ടറേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു പട്ടികജാതി മന്ത്രി ഇന്ന് കേരളത്തിൽ ഈ വകുപ്പ് ഭരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത്രയേറെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് പറയേണ്ടിടത്ത് പറയാനും അവതരിപ്പിക്കാനുമുള്ള എല്ലാ തരത്തിലുള്ള യോഗ്യതയുമുള്ള ഒരു പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയാണ് ശ്രീമതി കെ തുളസി എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സമൂഹം ഒരുപാട് പ്രതീക്ഷയാണ് നമ്മുടെ മന്ത്രി ശ്രീമതി തുളസിയിൽ അർപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. ഇതുവരെയുള്ള 100 ദിവസത്തെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ, ഈ മന്ത്രിസഭയുടെ 100 ദിവസത്തെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ ശ്രീമതി തുളസി പട്ടികജാതി പട്ടികവർഗ മന്ത്രി എന്ന നിലയിൽ ആരംഭിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം തീർച്ചയായും പട്ടികജാതി സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് ഒരിക്കൽ കൂടി പറയുവാൻ ഞാൻ വിനിയോഗിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൂടെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളിൽ ഗവൺമെന്റ് പട്ടികജാതിക്കാർക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായി. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ കാര്യം പറഞ്ഞു. ശ്രീ വെള്ള ഈശ്വരനെ, അദ്ദേഹത്തിന്റെ പിതാവ് കെ കരുണാകരൻ വെള്ള ഈശ്വരനെ മുൻ മന്ത്രി ഹരിജനക്ഷേമ മന്ത്രിയെ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചതുകൊണ്ട് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അതിനുശേഷം അടുത്ത കാലത്ത് ഇടതുപക്ഷ മന്ത്രി സഭയിലാണ് ഒരു മന്ത്രി അല്ലെങ്കിൽ നമ്മുടെ വിഭാഗത്തിലുള്ള മന്ത്രി ഉണ്ടായത്. പക്ഷെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഈ 5 ദേവസ്വം ബോർഡുകൾ നമുക്കുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഗുരുവായൂർ, കൂടൽമാണിക്യം, അവിടെയെല്ലാം മരുന്നിന് ഒരാളെ ആണ് ദേവസ്വം ബോർഡ് വെക്കുക. എന്തുകൊണ്ട് ഈ 5 ദേവസ്വം ബോർഡുകളിൽ ഒരു ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് സ്ഥാനം ഒരു പട്ടികജാതിക്കാരന് കൊടുത്തുകൂടാ? ഒരു ടൈമെങ്കിലും കൊടുക്കണ്ടേ? അത് ഞങ്ങളുടെ അവകാശമല്ലേ? അത് ആരുടെ ഔദാര്യമല്ല, അത് ഞങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് മന്ത്രി കൂടി ഈ ചടങ്ങിൽ ഇരിക്കുന്ന ഈ വേദിയിൽ വെച്ച് ഞാൻ പറയുന്നു, മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനത്തിൽ ഞാൻ പറയുന്നു, എല്ലാത്തിനും മാറ്റങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു പുതിയ യുഗത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്ന അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന വി ഡി സതീശൻ ഗവൺമെന്റ് തീർച്ചയായും ചരിത്രം തിരുത്തി എഴുതണം. ഞങ്ങൾക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ 5 ദേവസ്വം ബോർഡിൽ എവിടെയെങ്കിലും ഒരു പ്രസിഡന്റ് സ്ഥാനം ഒരു ടൈമെങ്കിലും എല്ലാ കാലത്തും വേണം ഞങ്ങൾ പറയുന്നില്ല, ആ പദവിയിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് അർഹതയുണ്ട്. അത് പരിഗണിക്കണം എന്നാണ് എനിക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളത്.